ഹായ് പ്ലസ് വണ്ണിലെ പ്രിയകുട്ടികളെ, നമ്മൾ ഒരുപാട് സാധ്യതാ ചോദ്യങ്ങൾ പ്രഡിക്ഷൻ നടത്തിയിരുന്നു അല്ലെ. പ്രഡിക്ഷൻ എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം സാധ്യതയുള്ളതാ, അല്ലാതെ നമ്മൾ പ്രവചനങ്ങളല്ല. ഒരിക്കലും പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല, കാരണം നമ്മൾ ഒരിക്കലും ചോദ്യം ഉണ്ടാക്കുന്നവരുടെ കൂടെ ഇരിക്കാത്തത് കൊണ്ട് നമുക്കൊരിക്കലും ഒരു പ്രവചനം സാധ്യമല്ല. അതിനുള്ള കുറുക്കു വഴികളൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഇവിടെ പ്രവചിക്കുന്നത് ചില കണക്കുകൾ വെച്ചുകൊണ്ടാണ്, ചില വർഷങ്ങളിൽ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ആവിഷ്കാര ഭംഗി എന്നതിൽ നിന്നും നോക്കൂ. നിങ്ങൾ 2023 വന്നൊരു ചോദ്യം ഇതാണ് മക്കളെ. റിച്ചി, ഭാര്യ, മകൻ ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധം ചിത്രീകരിക്കുന്ന ഏതെങ്കിലും 2 സന്ദർഭങ്ങൾ സൈക്കിൾ മോഷ്ടാക്കൾ എന്ന് കണ്ടെത്തി ആവിഷ്കാര ഭംഗി അവതരിപ്പിക്കുക. റിച്ചി, മകൻ അവർ തമ്മിലുള്ള വൈകാരിക ബന്ധം ചിത്രീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം 2 പ്രാവശ്യം ചോദിക്കുന്ന ഒരേ ചോദ്യമാണ്. അപ്പോൾ ആവിഷ്കാര ഭംഗി ചോദിച്ചാൽ എന്റെ കുഞ്ഞു മക്കളെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ബൈസിക്കിൾ തീവ്സ് ആണ്. അതിൽ മകൻ, ഭാര്യ, റിച്ചി, മകൻ, ഭാര്യ, അതുപോലെ ബൈസിക്കിൾ ഒരു പ്രധാന കഥാപാത്രമായി മാറുന്നുണ്ട്. അതില് ആൾക്കൂട്ടം, അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ആവിഷ്കാര ഭംഗി എന്ന് പറഞ്ഞാൽ ആവിഷ്കരിക്കുക. അവരെങ്ങനെയാണ് ആ ബന്ധം ആവിഷ്കരിച്ചിരിക്കുന്നത്, അതിൽ എത്രമാത്രം ഭംഗിയുണ്ട് അല്ലെ. മകന്റെ കൈ പിടിച്ച് നടക്കുന്ന റിച്ചിയെ അവതരിപ്പിക്കുമ്പോൾ പ്രതീക്ഷയുടെ ലോകത്തേക്ക് ഒരു കുരുന്നിന്റെ കൈ പിടിച്ചു പോകുമ്പോൾ പുതിയ തലമുറ പ്രതീക്ഷാ നിർഭരമായ ഒരു ജീവിതം നയിക്കുമെന്നുള്ള സൂചന നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ സ്പെസിഫിക് ആയി സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അത്തരം ചിന്തകളെ ഒക്കെ വെച്ചുകൊണ്ടുള്ള ആവിഷ്കാരമാണ്. ഇപ്പൊ റിച്ചി മകനും തമ്മിലുള്ള മറ്റൊരു ബന്ധം ആൾക്കൂട്ടം അല്ലെ. ആൾക്കൂട്ടം അതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കഥയുടെ ഭാഗമായിട്ടാണ് അല്ലെ. ഡിസിക ഒരിക്കലും ആൾക്കൂട്ടത്തെ അവിചാരിതമായിട്ട് വെറുതെ ഒരു ക്രൗഡ് പുള്ളിങ് ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വെറുതെ ഒരു ജനക്കൂട്ടത്തെ അല്ല. ജനക്കൂട്ടം ആ സ്ക്രിപ്റ്റിന്റെ ഭാഗമാണ്. അവരെ ആവിഷ്കരിച്ചതിന്റെ ഭംഗി എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. പല സൈക്കിൾ മോഷണം പോകുമ്പോൾ, സൈക്കിൾ മോഷ്ടിക്കുമ്പോൾ പ്രസംഗം കേൾക്കുന്നിടത്ത് ആ കൈനോട്ടക്കാരുടെ അടുത്തൊരു ആൾക്കൂട്ടമുണ്ട്, തൊഴിലിടത്തിൽ ആൾക്കൂട്ടമുണ്ട്. ഇങ്ങനെ ഒരു എന്താണോ താൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, തന്റെ ആശയം എന്താണോ ആ ആശയത്തിലേക്ക് കാഴ്ചക്കാരന്റെ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് ശരിക്കും ആൾക്കൂട്ടം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും നിമിഷം തന്നിട്ട് നിങ്ങൾ വെച്ചിട്ട് അത് ആവിഷ്കരിച്ചതിന്റെ ഭംഗിയാണ് നമ്മൾ എഴുതേണ്ടത്. ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയില്ല, അതാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ആവിഷ്കാര ഭംഗി എഴുതുക തന്നെ മക്കളാ. ഓക്കെ ആണോ? ഓക്കെ മക്കളെ.